ഈ സിഗ്നൽ തെറ്റിച്ച് നിയമം ലംഘിച്ച് പോകുന്നവർ ഹീറോകളാവുകയും നിയമം പാലിച്ച് സിഗ്നലിൽ കാത്തു കിടക്കുന്നവർ മണ്ടന്മാരാകുന്ന ഒരു വിചിത്രമായൊരു സിഗ്നൽ അത് ലോകത്ത് എവിടെയെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ വിചിത്രമായിട്ടുള്ള ഈ സിഗ്നലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ദേശീയപാത എന്താണെന്നും സർവീസ് റോഡ് എന്താണെന്നുള്ളതും പിന്നെ ഈ സിഗ്നലുകളൊക്കെ എന്തിനാണെന്നുള്ളതും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. തിരക്ക് നിയന്ത്രിക്കുക അല്ലെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ ഇതിൻ്റെ ഒരു ആവശ്യമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണും ഞാൻ ഏത് സിഗ്നലിനെ കുറിച്ചാണെന്നും ഇത് ഈ മണപ്പുറത്തേക്ക് പോകുന്ന നമ്മുടെ ഒരു സിഗ്നലിനെ കുറിച്ചാണ് എന്നുള്ളത് നിങ്ങൾ പലരും ചിലപ്പോൾ ഊഹിച്ചിട്ടുണ്ടാവും. നമ്മുടെ ദേശീയപാതയിൽ നമ്മുടെ തോട്ടക്കാട്ട് ജംഗ്ഷനിലുള്ള സിഗ്നൽ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഞാനിപ്പോൾ പറയുന്നത്. നമുക്ക് സർവീസ് റോഡ് ഉണ്ട്. ആ സർവീസ് റോഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മണപ്പുറത്തേക്ക് തിരിഞ്ഞ് മണപ്പുറത്തെ ഭാഗത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ളൊരു സർവീസ് റോഡാണത്. ഈ ദേശീയപാത നമ്മൾ അങ്കമാലി ഭാഗത്തു നിന്നൊക്കെ വരുമ്പം ദേശീയപാത വഴി ഒരുപാട് വണ്ടികൾ വരുന്നു, അവർ നമ്മളുടെ ഈ സിഗ്നലിൽ വന്ന് നിൽക്കുന്നു. പക്ഷെ ചില മിടുക്കന്മാർ എന്ത് ചെയ്യും, തൊട്ട് മുമ്പുള്ള പറവൂർക്കോല ജംഗ്ഷനിൽ നിന്ന് സർവീസ് റോഡിലോട്ട് കയറും. എന്നിട്ട് ഈ സർവീസ് റോഡ് അറ്റം വരെ വന്നു കഴിഞ്ഞ് നമ്മുടെ മണപ്പുറത്തേക്ക് തിരിയുന്നിടത്ത് വെച്ചിട്ട് മണപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികളെ ഒന്നും വക വയ്ക്കാതെ നേരെ വന്ന് കയറി നമ്മളുടെ മണപ്പുറം റോട്ടിൽ നിന്ന് നേരെ ഹൈവേയിലേക്ക് ഈ സിഗ്നൽ കഴിഞ്ഞിട്ട് വന്ന് കയറി കൂളായിട്ട് അങ്ങോട്ട് പോകും. അതിനർത്ഥം എന്താ, ദേശീയപാതയിലുള്ള സിഗ്നൽ കണ്ട് ചുവപ്പ് സിഗ്നലൊക്കെ കണ്ട് നോക്കി സമയം കണ്ടു കളഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊട്ടന്മാരാണ് എന്നുള്ളതാണ്. ഇതിൽ രസമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിൽ ഈ പ്രക്രിയ അങ്ങ് മൂത്ത് കഴിഞ്ഞപ്പം ഗതാഗത വകുപ്പാണോ അതോ ദേശീയപാതയാണോ എന്നറിയില്ല, ഏതായാലും സർവീസ് റോഡിൽ ഒരു സിഗ്നൽ വെച്ചു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെയാണ്. സിഗ്നൽ കത്തും, ചിലപ്പോൾ കേടും, അതൊന്നും ആരും കണ്ടത് അതായത് അവിടെ സിഗ്നൽ ഉണ്ടെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചു എന്ന് പോലും സംശയമാണ്. പറയുമ്പം ഈ പറഞ്ഞ നിയമലംഘനം ആദ്യകാലത്തൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സർവീസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടയുണ്ട്. അവിടെ ഒരു ആവശ്യത്തിന് എനിക്ക് ഈ സർവീസ് റോഡ് യൂസ് ചെയ്ത് പോകേണ്ടി വന്നു. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എതിരെ വന്ന വണ്ടി പ്രതീക്ഷിക്കാതെ എൻ്റെ വണ്ടിയിൽ ഒന്ന് ഇരിക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടായി. അതൊന്ന്. പിന്നെ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ മണപ്പുറത്തേക്ക് പോകാൻ വേണ്ടി നമ്മളുടെ ആലുവയിൽ നിന്ന് വന്ന് ആ സിഗ്നലിൽ കാത്തു കിടക്കുന്ന സമയത്ത് ഞാൻ നേരിട്ട് ഒരു പെൺകുട്ടി ഈ സർവീസ് റോഡ് യൂസ് ചെയ്ത് വന്ന് ആ പോയിന്റിൽ വന്ന് നിൽക്കുന്ന സമയത്തുള്ള തിരക്കിൻ്റെ പുറത്ത് ആ കുട്ടി മറിഞ്ഞു വീണു റൈറ്റ് സൈഡിലേക്ക്. വലിയ അപകടമൊന്നും പറ്റിയില്ല. എങ്കിലും ആ രണ്ട് ഇൻസിഡന്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനും പിന്നെ ഈ വിഷയം ഒന്ന് അഡ്രസ്സ് ചെയ്യാനും ഒക്കെ തീരുമാനിക്കുന്നത്. ഇതിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടക്കാട്ടിലെ ആ സിഗ്നലിന്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഏരിയയാണത്. അവിടെ നമ്മൾ ഈ ദേശീയപാതയിലുള്ള പോലെ തന്നെ തിരക്ക് വരുന്ന ഒരു റോഡാണ് കടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ തോട്ടക്കാട്ടിൽ വഴി ആലുവയിലേക്ക് കയറുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഒരുപാട് വണ്ടികളാണ് തിരക്കേറിയ സമയത്ത് അതിൽ കൂടി കടന്നു വരുന്നത്. അപ്പം ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ സർവീസ് റോട്ടിൽ നിന്ന് വണ്ടികൾ ഇങ്ങനെ കയറി വരികയും സിഗ്നൽ പെട്ടെന്ന് ചേഞ്ച് ആവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കടുങ്ങല്ലൂരിൽ നിന്ന് കയറി വരുന്ന വണ്ടികളൊന്നും ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു പ്രതീക്ഷിക്കില്ല. അപ്പം വീണ്ടും കൺഫ്യൂഷൻ വരുന്നു. വണ്ടിയൊക്കെ അത്ര സ്ഥിരമായിട്ട് ഓടിക്കാണ്ട് വൺസിൻ്റെ വഴിയിലൊക്കെ വരുന്ന ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വലിയൊരു പ്രശ്നമാണ് അവിടുത്തെ. പിന്നെ ഇതിനകത്തുള്ള പരിഹാരം എന്ന് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുള്ളത്, ആ ജംഗ്ഷനിൽ ഒരു വെയിറ്റ് പോസ്റ്റ് ഉണ്ട്. അതായത് ഈ സിഗ്നലിനോട് ചേർന്ന് തന്നെ പോലീസ് എല്ലാ സമയത്തും ഉള്ള ഒരു വെയിറ്റ് പോസ്റ്റ് ഉണ്ട്. ആ വെയിറ്റ് പോസ്റ്റിലുള്ള പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ഈ പറഞ്ഞ കലാപരിപാടി മൊത്തം നടക്കുന്നതെന്നുള്ളതാണ്. അപ്പം അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട വിഷയം എന്നുള്ളത്. ഇതിൽ പരിഹാരമുണ്ട്. ഇതിനിപ്പോഴൊരു സൊല്യൂഷൻ വേണമല്ലോ. എന്താണെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ട്, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സർവീസ് റോഡിൽ നിന്ന് ഉള്ള വാഹനങ്ങൾ ഹൈവേയിലേക്ക് നേരിട്ട് കയറുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സൊല്യൂഷൻ. അതിപ്പോൾ പല രീതിയിൽ ചെയ്യാം. കാരണം ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതിൽ പറയുന്നു സർവീസ് റോഡിൽ ഒരു സിഗ്നൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളത്. ആ സിഗ്നൽ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ കുറച്ച് ഒരു പരിഹാരമാവും. പിന്നെ മണപ്പുറത്തു നിന്നുള്ള വണ്ടികൾക്ക് പോകാനുള്ള സുഗമമായ ഒരു വേദി ഒരുക്കുക, അതേപോലെ തന്നെ സിഗ്നലിൻ്റെ സമയക്രമങ്ങൾ ഒന്ന് ക്രമീകരിച്ച് ഇത് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഗതാഗത വകുപ്പ്, അതേപോലെ ദേശീയപാത അതോറിറ്റി, നഗരസഭ, അതേപോലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇതൊരു പ്രശ്നം മനസ്സിലാക്കി നമ്മളുടെ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയൊക്കെ പോലുള്ള നഗരസഭയുടെ സംവിധാനങ്ങൾ ഇതിനൊരു പരിഹാരമായിട്ട് കൃത്യമായിട്ടൊരു നടപടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം എന്നേക്കുമായിട്ട് പരിഹരിക്കാം. കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാനും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ അത് ഗുണം. ഞാനിപ്പം ഏതാണ്ട് 2-3 സൊല്യൂഷൻസ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു. ഇതുകൂടാതെ ദിവസേന ആലുവയിൽ കൂടി യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് പലർക്കും ഇതിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അതേപോലെ സൊല്യൂഷൻസ് ഉണ്ടാവാം. നിങ്ങളുടെ മനസ്സിൽ തോന്നിയ സൊല്യൂഷൻസ് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഞാൻ പറഞ്ഞ സൊല്യൂഷനുകളിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അതിനകത്ത് വിമർശിക്കുമോ, അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ചർച്ചയിലൂടെ ഇത് അധികാരികളിലേക്ക് എത്താനും അതേപോലെ തന്നെ ഇതിന് പരിഹാരങ്ങൾ ഉണ്ടാവാനും ഒക്കെ അത് കാരണമാകും.
ഇനിയും കൂടുതൽ വിഷയങ്ങൾ RP സ്പീക്സിലൂടെ നമ്മൾ സംവാദത്തിലേക്ക് വരും. എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. അത് ആലുവയുടെ മാത്രമല്ല, അല്ലാത്ത വിഷയങ്ങളും ഇനി ഇതേപോലെ സംവാദത്തിലേക്ക് കൊണ്ടുവരും RP സ്പീക്സ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.